ഹൈദരാബാദാണ്. അപ്പം നമ്മളെ വണ്ടി ആദ്യമായിട്ട് നമ്മൾ ഹൈദരാബാദ് കൊണ്ടുപോയത് നമ്മളെ ജയസിൻ്റെ പാക്കേജ്. അപ്പം ജയസിൻ്റെ പാക്കേജിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വണ്ടി ഹൈദരാബാദ് കൊണ്ടുപോയത്. ഹൈദരാബാദ് നമ്മളിവിടെ പാക്കേജ് ചെയ്യാനായിട്ട് വന്നത് വിക്കി. നമ്മളെ വണ്ടി ഇരിക്കുന്ന പാർട്ടി കൊളത്തൂരിൻ്റെ ആ ഭാഗത്തുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാരാണ്. പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയുള്ള അവിടുത്തെ ആൾക്കാരാണ് നമ്മളവിടെ ഉള്ളത്. ഇത് ഡയറക്റ്റ് ഹൈദരാബാദാണ്. ഇതിൻ്റെ ഇടയിൽ വേറെയുള്ള സ്ഥലങ്ങളൊന്നും ഇറങ്ങുന്നില്ല. ഒരു ഡേ ഒരു നൈറ്റ് ഈ 2 ദിവസം ഫുള്ള് വണ്ടി ഓടിച്ച് നേരെ നമ്മൾ ഹൈദരാബാദാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല. 3 ദിവസം ഹൈദരാബാദ് കണ്ട് ഹൈദരാബാദ് സ്റ്റേ അടിക്കുന്ന അടുത്ത് തിരിച്ചറിയപ്പെടും. അപ്പം വണ്ടി കണ്ടിന്യൂസ് ഓട്ടമാണ്. ആഹാരം കഴിക്കാനും ഡീസൽ അടിക്കാനും പിന്നെ ഇവർക്ക് ടോയ്ലറ്റിൽ പോകാൻ അടുത്തുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ നിർത്തുന്നു. കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടിന്യൂസ് ഓടം ഉള്ളതുകൊണ്ട് ചിത്തൊക്കെ കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒരു മാക്കാനെ കൊണ്ടുപോകല. നമ്മളെ ശ്രീജിത്തിന് എഡിഷൻ നെയിമുണ്ട്. അങ്ങനെ ശ്രീജിത്തിനൊരു എഡിഷൻ നെയിമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ എഡിഷൻ നെയിം വെളിയിൽ പറയാൻ പറ്റില്ല. അവനെ ചീത്ത വിളിച്ചാളെ മാക്കാനെന്നല്ല വേറെ അപ്പോ നാട് മുഴുത്ത അറിയണ ഒരു പേരുണ്ട്. അത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ചിത്തൂരെ കൊണ്ടുവന്നില്ല. അപ്പൊ ഗായ്സ് അങ്ങനെ ഞാൻ ഒരു 12 മണി വരെ ഓട്ടിച്ചതിന് ശേഷം ശ്രീയത്തിന് വണ്ടി കൊടുത്ത് ശ്രീത്ത് ഓട്ടിക്കുകയാണ്. നമ്മളെ പാർട്ടീസ് ടോയ്ലറ്റിൽ പോകാൻ അങ്ങനെ എങ്ങനെയൊക്കെ നിർത്തിയതാണ്. അപ്പം നിർത്തിയപ്പോൾ തന്നെ ഇവർക്ക് നാരങ്ങ വെള്ളം ഇവർക്ക് കുത്തുപോണി ചരുവത്തി കലക്കണമെന്ന് പറഞ്ഞ് രാവിലെ കാപ്പി കൊണ്ടുവന്ന ചരുവത്തിൽ ഇവർ നാരങ്ങ വെള്ളമൊക്കെ കലക്കി നമുക്കും തന്ന് ഓരോ പീസ് കേക്കൊക്കെ തന്നു. വിക്കിയാണ് നാരങ്ങ കട്ട് ചെയ്ത് കൊടുത്തത്. വിക്കി കട്ട് ചെയ്യാൻ മിടുക്കനാണ്. നാരങ്ങ നല്ല രീതിയിൽ കട്ട് ചെയ്തായിരുന്നു. കട്ട് ചെയ്ത് അതേപോലെ എടുത്ത് പിഴിഞ്ഞും എടുത്ത് കലക്കി കൊടുത്ത് നല്ല മധുരമുള്ള നാരങ്ങ വെള്ളം. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഏകദേശം ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരറിയാമോ? സേലത്താറായല്ലേ. സേലത്താറായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. കറക്റ്റ് സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടെ. ഇതിപ്പം നമ്മൾ തമിഴ്നാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ഇപ്പോൾ നമ്മൾ കോട്ടയം കഴിഞ്ഞാൽ അടുത്ത് ഏറ്റുമാനൂർ എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നമുക്ക് അതേപോലെ ഒന്നും അറിഞ്ഞുകൂടെ. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത്. ഈ അണ്ണൻ ഇങ്ങനെ ആത്മാർത്ഥത ഉള്ളൊരു പണിക്കാരനാണ് കേട്ടോ. ചിക്കൻ റൈസൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. സൂപ്പർ. ഇങ്ങനെ ടേസ്റ്റുള്ള നല്ല ചിക്കൻ റൈസ് ഇഷ്ടപ്പെട്ടാടാ? അന്ന് ചിക്കൻ റൈസ് കൊള്ളായിരുന്ന അന്ന ചിക്കൻ റൈസ് അടി പൊളിയല്ലേ. നമ്മളെ വിക്കി കണക്കൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്കി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് വന്നതല്ല. വന്ന വഴിയിൽ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറി കഴിച്ച് പൈസ കൊടുക്കണതാണ്. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ ദാഹം തീർക്കാനായിട്ട് ഇത് ഓറഞ്ച്, ഇത് പൈനാപ്പിൾ. അത് വിക്കി നിനക്കെന്ത് രസം കാണാം. എങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര കളറാണ് ഇത്. നീ ഇങ്ങനെ കുടിച്ചാൽ ഇല്ല. ഇത് ഗോലി സോഡ. ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടാണ്. പൊട്ടിക്കട്ടെ. എടാ മോനെ, എടാ അത് ഞാൻ പിരികി തരാം. ഇത് ആവശ്യമില്ലാത്തൊന്നും പറയല്. നാട്ടുകാർ കാണണാണ് ഇത് കടല്. അപ്പോൾ ഗൈസ് എൻ്റെ ചെറുക്കെന്താ വെയിലത്ത് നല്ല വെളുത്ത് സുന്ദരനായിട്ടിരിക്കുകയാണ് എൻ്റെ ചെറുക്കായി. ഇത് ഗോലി സോഡ നമ്മളെ കേരളത്തിലിപ്പം എല്ലായിടമൊക്കെ കിട്ടുന്നുണ്ട്. മുമ്പ് കിട്ടൂലായിരുന്നു. കണ്ടാ എടാ മോനെ, നമ്മളെന്നിട്ട് ഇതിൽ ഇവിടെ ലോക്ക് ചെയ്ത് കുടിക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഗായ്സ് അങ്ങനെ നമ്മൾ ഹൈദരാബാദിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഹൈദരാബാദിലെത്തി. നമ്മളെ പാർട്ടീസൊക്കെ ബാക്കിലോട്ടൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഈ ബിരിയാണി എന്തോന്ന് പേരെന്തോന്ന്? ബിരിയാണിയുടെ ഹൈദരാബാദി ബിരിയാണിയാണ്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്വാണ്ടിറ്റിയാണ് ഒരു വിഷയമല്ല. വലിയൊരു കുത്തി അണ്ടാവ് ചെരുവത്തി കൊണ്ടുവച്ച് 3 പേർക്കിട്ട്. ഇത് എന്തായാലും മിച്ചം വരുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റുള്ള ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി. അപ്പം ഗായ്സ് അങ്ങനെ നമ്മൾ ഹൈദരാബാദിൽ ഏതോ ഒരു സ്ഥലത്താണ്. നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഞാൻ നേരത്തെ ഫുഡ് കാണിച്ചു തന്നല്ല. വിശന്ന് കിറിഞ്ഞ് വന്ന് നേരെ വന്ന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഹൈദരാബാദി ബിരിയാണി
ഇതേപോലെ ഇത് തന്നെ സംഭവം, ഇതേപോലെ ഈ കാണുന്ന ഇതേപോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക് കൊണ്ടുവച്ചപ്പോഴേ. ഇപ്പൊ നമ്മൾ ഹൈദരാബാദിന്റെ ഏതോ ഒരു സിറ്റിയിലാണ്. നൈസാണ്, ഇത് ഈ ടൗണിന്റെ പേര് വല്ലതും അറിയാമോ നിനക്ക്? ആ അത് തന്നെ, ഓരോ ടൗണിന് നമ്മളവിടെ കിള്ളിപ്പാലം, അട്ടക്കുളങ്കര, ഓ അങ്ങനെ അങ്ങനെ SMECCC ഹൈദരാബാദാണ്. നമ്മളെ പാർട്ടിയാണ് ഹരിതസേന സംഘം ആൾക്കാരാണ്. നമ്മളെ ചെറുക്കൻ നമ്മളെ ചെറുക്കൻ തോടങ്ങി എൻ്റെ ഇപ്പുറത്ത് ആര് കിടക്കണേ? ഇതിൽ പത്തേമാരിയാ. ഓ ഗായ്സ്, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഗായ്സ്. ഇത് ഇവിടത്തെ വണ്ടിയാണ്, ഇത് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ ഗായ്സ്. വണ്ടിയെ കണ്ട ഉടനെ കേരള വണ്ടി എന്ന് തന്നെ തോന്നും. കേരള വണ്ടിയെ പോലെ സൈഡ് സ്കഡ് കാര്യങ്ങളെല്ലാം ഇറക്കിയിരിക്കുന്നു കേട്ടോ, ക്ലിപ്പ് എല്ലാം ഉണ്ട്. കേരളക്കാരന്മാരെ മൊത്തത്തിലൊക്കെ കണ്ട് പഠിച്ചൊക്കെയാണ് സൈഡ് ഡിസൈന്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് ഫസ്റ്റ് കാണിക്കുന്നത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് എന്നാണ് പറയണത്. നമ്മൾ അവിടുത്തെ സെക്രട്ടേറിയറ്റ് പോലത്തെ ഇവിടുത്തെ അവരാ സെക്രട്ടേറിയറ്റ് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് കാര്യങ്ങൾ നമ്മളെ വിക്കി വന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ദാഹിച്ചുകൊണ്ട് ഒരു വെള്ളം കുടിക്കാനായിട്ട് പോകും. അപ്പോൾ ഗായ്സ്, നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടൻ്റെ കടയിൽ ചേട്ടൻ ലൈവായിട്ട് സോഡ ഉണ്ടാക്കും, ഗ്യാസുള്ള സോഡ വെള്ളം. ചേട്ടൻ ലൈവായിട്ട് ചേട്ടാ ഈ സംഭവം വെച്ചിട്ട് സോഡ ഉണ്ടാക്കും. അവിടെ നിന്ന് വെള്ളം പിടിച്ചതിന് ശേഷം ഇതിലൊന്ന് പ്രഷർ കൊടുത്ത് സോഡ ഉണ്ടാക്കി അങ്ങനെയാണ് നമുക്ക് തരണം. സംഭവം കൊള്ളാം. നേരത്തെ ഞാൻ കണ്ടുകൊണ്ട് 2 എണ്ണം അടിക്കുന്നത് ഉണ്ടാക്കിയത്. ഇതിൽ കയറ്റുന്നു, ഒരു പവർ വന്നു, നേരെ എടുത്ത് വെച്ച് സാൾട്ട് കുടി. എങ്ങനെയുണ്ട്? ഗ്യാസ് ഉണ്ടോ? നല്ല ഗ്യാസ് ഉണ്ടോ? നമ്മൾ സാധാ ഗ്യാസുള്ള കുടിക്കും പോലെ തന്നെ. വൺ സെറ്റപ്പ് കേട്ടോ. അതാ അടുത്തത് എൻ്റെതാണ്. അവിടെ പ്രസ് ചെയ്യണം. സോഡയായി എത്ര പെട്ടെന്ന്. ഓക്കെ ആണ്, താങ്ക് യു. പക്ഷേ ക്വാണ്ടിറ്റി കുറവ് കേട്ടോ, ചെറിയ ഗ്ലാസ്. ഇത് 2 എണ്ണം വാങ്ങിച്ച് കുടിക്കേണ്ടി വരും. ഗായ്സ്, ഇന്നപ്പം നമ്മളിവിടെ 3ാമത്തെ ദിവസമാണ്. പിന്നെ രാമോജി ഫിലിം സിറ്റി കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഹൈദരാബാദ് വന്നിട്ട് മെയിനായിട്ടുള്ള സാധനമാണ്, മെയിനായിട്ടുള്ള സംഭവമാണ് രാമോജി ഫിലിം സിറ്റി. ഭയങ്കര സെറ്റപ്പാണ്, പക്ഷേ ടിക്കറ്റ് റേറ്റൊക്കെ ഭയങ്കര കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ ഗൈഡ് ചേട്ടൻ. പേരെന്ന് പറയുന്നത് ഹനീഫ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇവിടുത്തെ കിടിലാണ് ചേട്ടൻ. ചേട്ടൻ്റെ കയ്യിലാണ് ഹൈദരാബാദ്. പോലീസിനെയൊക്കെ ചേട്ടൻ അമ്മാനമാണ്. പിന്നെ മറ്റേ പയ്യുണ്ട്, പയ്യാത്ത പയ്യനെ അവണ്ട്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ ശ്രീത്താണ്. ഷെയ്ത്തിന് രാവിലെ തിരക്കുള്ള സമയമായതുകൊണ്ട് ഷെയ്ത്തിനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫിലിം സിറ്റി കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കാണുന്നില്ല, ടിക്കറ്റ് റേറ്റ് അത്രയും കൂടുതലായതുകൊണ്ട് ഇതുപോലെ ശമ്പളം കിട്ടണ കൊണ്ട് കളയാൻ എനിക്ക് വയ്യ. ഇവൻ ഫ്രീ ആയിട്ട് കയറുന്നു. എന്തൊരു വകുപ്പിൽ കയറണമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അവൻ ഫ്രീ ആയിട്ട് അവൻ കയറുന്നുണ്ട്. എന്തൊരു വകുപ്പുണ്ട് അവൻ ഫ്രീ ആയിട്ട് കയറുന്നത്. അപ്പൊ ഇനി നമുക്ക് ഏകദേശം 5 കിലോമീറ്റർ അതിനകത്തേ ഉള്ളൂ എത്താൻ. പിന്നെ ഫിലിം സിറ്റിയെ കുറിച്ച് കൂടുതൽ എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ. ഏതൊക്കെ സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5 എണ്ണം പറ. KGF അതിനകത്താണ്. ആ പിന്നെ അപ്പൊ ഗായ്സ്, KGF അവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ്, പിന്നെ ഉദയനാട് താരം അവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ്, പിന്നെ കുറെ സിനിമകളുണ്ട്. എനിക്ക് അങ്ങനെ എല്ലാം അറിഞ്ഞൂടാ, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ അന്വേഷിച്ചില്ല, അതുകൊണ്ടാണ്. കുറെ സിനിമകളുണ്ട്. അപ്പൊ നമ്മള് അവിടെ പോവുകയാണ്.
നമ്മൾ രാമുജി ഫിലിം സിറ്റിയുടെ എൻട്രൻസിലോട്ടാണ് കയറി കഴിയാണ്. ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. എൻ്റെ മലാക്കൂട്ടനും ആദ്യമായിട്ടാണ് വരുന്നത്, ഞാനും ആദ്യമായിട്ടാണ്. അങ്ങനെ ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അടുത്തും ഹൈദരാബാദ് ട്രിപ്പുകൾ വരാൻ താല്പര്യമുള്ളവർ മലാക്കിനെ തന്നെ ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ വരാം. വ്ളോഗിൽ നിങ്ങളേക്ക് ഞാൻ ആഡ് ചെയ്യും. വൈറലാവാം. ഗൈസ്, അപ്പോൾ നമ്മളും ആദ്യമായിട്ട് രാമുജി ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. മലാക്കും ആദ്യമായിട്ടാണ് എത്തിയത്. മലാക്കിനെയും കൊണ്ട് ഞാനും ആദ്യമായിട്ടാണ് എത്തിയത്. അപ്പോൾ അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാൻ പറ്റി. ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു, നമ്മളെ ഓണറിന്. നമ്മളെ വണ്ടി മലാക്ക് ഹൈദരാബാദ് വരണം വന്നു. ഭാഷ പോയിട്ടുണ്ട്. നമ്മളെ ബെക്കാടി ഇരുന്ന സമയത്തും ബെക്കാടിയും പോയിട്ടുണ്ട്. അപ്പം മലാക്ക് വരണമെന്നുള്ള ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കാൻ. ചേട്ടൻ പല രീതിയിൽ നമ്മളെ സിംഗത്തിൻ്റെയൊക്കെ വണ്ടി ഇവിടെ വന്നതൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് എനിക്ക് ഇട്ട് തന്നിട്ട് ഇതേപോലെയൊക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് തരണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. അപ്പം ഞാനും കുറേ ഫോട്ടോയും കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പോൾ വരും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ. അങ്ങനെ നമ്മൾ എത്തി ഗായ്സ് രാമുജി ഫിലിം സിറ്റിയിൽ. ഇനി രാത്രി ഇവിടെ ഈ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. നമ്മളെന്തായാലും വണ്ടി ഇവിടെ തന്നെ ഇടുന്നു. ഇവിടെ ഇടാമോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. അവരെടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ എടുത്തുകൊണ്ട് പോകാം. ഏതായാലും അകത്ത് കയറുന്നത് ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതൽ. ശ്രീത, നീ കയറണടാ അകത്ത്? നോക്കാം, നിനക്ക് പോണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് നമ്മളെ വയ്യാത്ത പയ്യൻ ടിക്കറ്റ് എടുത്ത് തരുമോ എന്തായാലും. അവ അവിടെ അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും ദൂരെ കൊണ്ടിട്ടോണ്ടേ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കാറുണ്ട്. വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അവൻ. ഗായ്സ്, നമ്മളെ വിക്കിയാണ്. അവൻ പാവമാണ് കേട്ടാ. പാക്കേജിൽ എല്ലാവരെ പോലെ തന്നെ അവനെ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അവനായിട്ട് പോകുമ്പോൾ ബോറിംഗ് ഇല്ല, മടുപ്പായിട്ടൊന്നും തോന്നില്ല. അവൻ എന്തെങ്കിലുമൊക്കെ അലച്ചുണ്ടാക്കിയിരിക്കും. പാട്ടിടുകയാണെങ്കിൽ ഇവനെ കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ പൊന്നോ ക്യാബിൽ ഫുൾ ഓളെത്തി വയ്ക്കും. അതിന് മാത്രമേ ഇവൻ്റെ അടുത്ത് എനിക്ക് എതിർപ്പുള്ളൂ. അപ്പം ഞാൻ 2 പള്ളുവിളി കൊടുക്കുമോ അവന്. അപ്പം അങ്ങനെ നമ്മൾ എത്തി ഗായ്സ് രാമുജി ഫിലിം സിറ്റി.